പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഫങ്ഷണൽ ആപ്ലിക്കേഷൻ ഓഫ് മാനേജ്മെൻറ്റ് എന്ന വിഷയത്തിലെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന ചാപ്റ്ററിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അതുമായി ബന്ധപ്പെടുത്തിയ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വിശദമായ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ ക്ലാസ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് സെറ്റ് ചെയ്തും വയ്ക്കുക. നമുക്ക് ഇന്നത്തെ വിശദമായ ക്ലാസ്സിലേക്ക് കടക്കാം. Financial planning. We know that the term planning is deciding in advance what is to be done. It is a very important functions of management. It is the first and primary functions of every management. പ്ലാനിങ് എന്താണെന്ന് വളരെ വിശദമായി തന്നെ നമ്മുടെ പഴയ ക്ലാസ്സുകളിലും നമ്മൾ പഠിച്ചതാണ്. ഇറ്റ് ഈസ് എ ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ. ഇത് മുൻകൂട്ടി തീരുമാനിക്കുന്ന ഒരു പ്രവർത്തനമാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഭാവിയിൽ നമ്മൾ എന്ത് ചെയ്യണം, അതെങ്ങനെ ചെയ്യണം, ആര് ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നേരത്തെ നമ്മൾ തീരുമാനിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് എവറി ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് ഫിനാൻഷ്യൽ പ്ലാനിങ്? പ്ലാനിങ് റിലേറ്റിംഗ് ടു ദ ഫിനാൻസ് ഈസ് കോൾഡ് ഫിനാൻഷ്യൽ പ്ലാനിങ്. ഫിനാൻസിൻ്റെ ഫംഗ്ഷൻ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്ന അതിനെയാണ് ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഇൻ എവറി ഓർഗനൈസേഷൻ ബിക്കോസ് ഫിനാൻസ് ഇസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് എവറി ഓർഗനൈസേഷൻ. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ മീൻസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ നീഡഡ്, വാട്ട് ആർ ദ സോഴ്സ് ഓഫ് ഫണ്ട്, വാട്ട് ആർ ദ അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് എക്സെട്ര. ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് എത്രയാണ് നമുക്ക് ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ് ആവശ്യമുള്ളത്, അതെങ്ങനെ നമ്മൾക്ക് കണ്ടെത്താൻ പറ്റും, ആ കണ്ടെത്തിയ ഫിനാൻസ് എങ്ങനെ ഹൗ വി ക്യാൻ എഫക്റ്റീവ്ലി യൂട്ടിലൈസ്ഡ് ദിസ് ഫണ്ട്, ആ ഫണ്ട് എങ്ങനെ നമുക്ക് ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, ദാറ്റ് മീൻസ് അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. ഇത്തരത്തിൽ ഒരു ഫിനാൻസുമായി ബന്ധപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി നമ്മൾ തീരുമാനിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഉൾപ്പെടുന്നത്. നമുക്ക് വിശദമായ കാര്യങ്ങളിലേക്ക് പോകാം. ഓക്കെ, ഫിനാൻഷ്യൽ പ്ലാനിംഗ്. ഫിനാൻഷ്യൽ പ്ലാനിംഗ് means deciding in advance the amount of capital needed, the source from which such capital has to be procured, and the time at which funds has to be obtained. ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറയുന്നത് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് ആണ്. എന്ത് ഡിസൈഡിങ് അഡ്വാൻസ് ചെയ്യുന്ന ഫംഗ്ഷനാണ്? എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ നീഡഡ്. എത്രമാത്രം എമൗണ്ട് ആണ് ഒരു ഓർഗനൈസേഷന് ആവശ്യമുള്ളത്, ആ ആവശ്യമുള്ള എമൗണ്ട് അല്ലെങ്കിൽ ആ ആവശ്യമുള്ള ഫണ്ട് നമ്മൾ എങ്ങനെ കണ്ടെത്തും, സോഴ്സ് ഓഫ് ഫണ്ട്. അതുപോലെ തന്നെ അത് ഏത് ടൈമിനാണ് നമ്മൾ ആ ഫണ്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യേണ്ടത്, നമ്മൾക്ക് ആ ഫണ്ട് കളക്ട് ചെയ്യേണ്ടത് എപ്പോഴാണ്. ഇത്തരത്തിൽ ഒരു ഫിനാൻസുമായി ബന്ധപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി നമ്മൾ തീരുമാനിക്കുന്നതിനെയാണ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ deciding in advance relating to the various factors relating to the finance. That means its requirement or needed amount and its source of fund, then what are the time at which funds has to be obtained. ഈ ഫണ്ട് നമ്മൾക്ക് റൈസ് ചെയ്യാൻ പറ്റും, എങ്ങനെ നമ്മൾ റൈസ് ചെയ്യും, എത്ര ഫണ്ടാണ് ഒരു ഓർഗനൈസേഷന് ആവശ്യമുള്ളത് എന്നിങ്ങനെയുള്ള ഫിനാൻസുമായി ബന്ധപ്പെടുത്തിയ ഫിനാൻസിൻ്റെ ഏരിയാസ് അല്ലെങ്കിൽ ഫിനാൻസിൻ്റെ ഫംഗ്ഷനുമായി ബന്ധപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി തീരുമാനിക്കുന്നതിനെയാണ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫംഗ്ഷനാണ് ബിസിനസ്സിൻ്റെ. കാരണം ഫിനാൻസ് കൃത്യമായിട്ട് നമുക്ക് പ്ലാൻ ചെയ്ത് ആ കൃത്യമായിട്ട് ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ ഒരു ഓർഗനൈസേഷൻ സക്സസ്സിലേക്ക് നീങ്ങുകയുള്ളൂ. Then financial planning is concerned with the future decision relating to the finance. Financial planning എന്ന് പറയുന്നത് ഫ്യൂച്ചർ ഡിസിഷൻ റിലേറ്റിംഗ് ടു ദ ഫിനാൻസ്. ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറയുന്നത് ഫിനാൻസുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഭാവിയിലുള്ള കാര്യങ്ങൾ നമ്മൾക്ക് എങ്ങനെ
ഇപ്പോൾ നമ്മൾക്ക് തീരുമാനിക്കാം, അല്ലെ ഭാവിയിൽ ഫിനാൻസുമായി വരുന്ന കാര്യങ്ങൾ നമ്മൾക്ക് എങ്ങനെ മുൻകൂട്ടി കാണാം എന്നുള്ളതാണ് ഫിനാൻഷ്യൽ പ്ലാനിങ് ഉൾപ്പെടുന്നത്. Thus, the financial planning is an act of deciding in advance the financial activities that are necessary to achieve the primary goals of the firm. That means the financial planning is an act of deciding in advance. ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത് ആക്ട് ഓഫ് ഡിസൈഡിങ് അഡ്വാൻസ്, മുൻകൂട്ടി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്തിനെക്കുറിച്ച്? വാട്ട് ആർ ദ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ആർ നെസസറി ഫോർ ദ ഓർഗനൈസേഷൻ ഫോർ അച്ചീവിങ് ദെയർ പ്രീ ഡിറ്റർമൈൻഡ് ഗോൾ. അവരുടെ നേരത്തെ നിശ്ചയിച്ച ഗോൾ അച്ചീവ് ചെയ്യാൻ നമ്മൾക്ക് എന്തൊക്കെ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ചെയ്യേണ്ടതുണ്ട്, ആ പറയുന്ന കാര്യങ്ങൾ നേരത്തെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന ആ ആക്ട് ഓഫ് പ്രോസസ്സിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് അർത്ഥമാക്കുന്നത്. ഓക്കെ. In short, financial planning means planning the financial activities of the firm. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറയുന്നത് പ്ലാനിംഗ് ദ ഫിനാൻഷ്യൽ ആക്ടിവിറ്റി ഓഫ് ദ ഫേം. ഫിനാൻസുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള അല്ലെ ഫിനാൻസുമായി റിലേറ്റ് ചെയ്യപ്പെട്ട എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും നേരത്തെ നമ്മൾ ഡിസൈഡ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് പ്രോസസ് ഈസ് സിംപ്ലി കോൾഡ് ഫിനാൻഷ്യൽ പ്ലാനിംഗ്. Okay, a financial planning means planning the financial activity of the organization. Okay. ഇനി ചില ഡെഫിനിഷൻ നമുക്ക് നോക്കാം. സോളമൻ പറഞ്ഞ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് ദ ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സ് ആൻഡ് ഫിനാൻഷ്യൽ സ്ട്രക്ചർ നെസസറി ടു സപ്പോർട്ട് എ ഗിവൺ സെറ്റ് ഓഫ് പ്ലാൻസ് ഇൻ അതർ ഏരിയാസ്. ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് ദ ഫിനാൻഷ്യൽ റിക്വയർമെന്റ്. എത്രമാത്രം ഫണ്ട് ഒരു ഓർഗനൈസേഷന് ആവശ്യമുണ്ട്, ദാറ്റ് മീൻസ് ഫിനാൻഷ്യൽ റിക്വയർമെന്റ്, അത് ഡിറ്റർമിൻ ചെയ്യുക. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്ട്രക്ചർ, ഏത് തരത്തിലുള്ള ഫിനാൻഷ്യൽ ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സ്ട്രക്ചറാണ് ഒരു ഓർഗനൈസേഷന് വേണ്ടത് അല്ലെങ്കിൽ ആ ഓർഗനൈസേഷന് യോജിച്ചത്. അപ്പോൾ എത്രമാത്രം ഫിനാൻഷ്യൽ റിക്വയർമെന്റ് ആവശ്യമുണ്ട്, എത്രമാത്രം ഏതാണ് ഫിനാൻഷ്യൽ സ്ട്രക്ചർ ഫോളോ ചെയ്യേണ്ടത് എന്നീ പറയുന്ന കാര്യങ്ങൾ മുൻകൂട്ടി നമ്മുടെ സെറ്റ് ചെയ്ത പ്ലാനിനനുസരിച്ച് മുൻകൂട്ടി നമ്മൾ നിശ്ചയിക്കുന്ന പ്രോസസ്സിനെയാണ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ planning the process of determining the financial requirement and financial structure necessary to support a given set of plans in other areas. അപ്പോൾ അതർ ഏരിയാസ് എന്ന് പറയുന്നത് നമ്മൾ ബിസിനസ്സുമായി ബന്ധപ്പെടുത്തിയിട്ട് എല്ലാ ഏരിയാസുമായിട്ട് നമ്മൾ ഓരോ പ്ലാൻ ഉണ്ടാവും. ആ പ്ലാനിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ഫിനാൻഷ്യൽ റിക്വയർമെന്റും നമ്മുടെ ഫിനാൻഷ്യൽ സ്ട്രക്ചറും നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്നുള്ളതാണ് ഈ സോളമൻ പറയുന്ന ഒരു ഡെഫിനിഷൻ. ദെൻ ആർത്തർ പറയുന്ന മറ്റൊരു ഡെഫിനിഷൻ, ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഇൻക്ലൂഡ്സ് ക്യാപിറ്റലൈസേഷൻ, ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് ക്യാപിറ്റൽ മാനേജ്മെന്റ്. ഈ പറയുന്ന 3 കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്നുള്ളതാണ് ആർത്തറിന്റെ വാദം. എന്താ പറഞ്ഞത്? ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഇൻക്ലൂഡ്സ് ക്യാപിറ്റലൈസേഷൻ. എന്താണ് ക്യാപിറ്റലൈസേഷൻ? വളരെ വിശദമായി തന്നെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. നിങ്ങൾ നേരത്തെ +2 ക്ലാസ്സുകളിൽ പഠിച്ചാണ്. ഇനി ക്യാപിറ്റലൈസേഷൻ എന്തായിരിക്കണം, അതുപോലെ തന്നെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്തായിരിക്കണം. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ മിക്സ്ചർ ഓഫ് ഫണ്ടാണ്. അപ്പോൾ അതിന്റെ ഘടന എങ്ങനെയിരിക്കണം, അതുപോലെ തന്നെ ക്യാപിറ്റൽ എങ്ങനെ ഇഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാം. ഈ പറയുന്ന 3 പ്രോസസ്സ് ഉൾപ്പെടുന്നതാണ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ വാദം. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താണ്? ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഇൻക്ലൂഡ്സ് capitalization, capital structure and capital management. That's all about the financial planning. Then another definition given by the Walker and WHO. Financial planning pertains only to the functions of finance and includes the determination of the firm objectives, formulating and promulgating the financial policies and developing financial procedures. അപ്പോൾ ഇദ്ദേഹത്തിന്റെ വാദത്തിൽ ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറയുന്നത് ഫിനാൻസ് ഫംഗ്ഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. ഫിനാൻസ് ഓൺലി ടു ദ ഫിനാൻസ് ഫംഗ്ഷൻസ് ഓഫ് ഫിനാൻസ് വളരെ വിശദമായി നമ്മൾ പറഞ്ഞു. ഫിനാൻസ് ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്? ഡിറ്റർമിനേഷൻ ദ ഫേം ഒബ്ജക്റ്റീവ്, ഫേമിന്റെ ഒബ്ജക്റ്റീവ് ഡിറ്റർമൈൻ ചെയ്യുക. പിന്നെ അത് ആ ഫേമിന്റെ ഒബ്ജക്റ്റീവ് ഡിറ്റർമൈൻ ചെയ്താൽ നമ്മൾ ഫിനാൻഷ്യൽ പോളിസി ഫോർമുലേറ്റ് ചെയ്യുക. അതേപോലെ ആ ഫിനാൻഷ്യൽ പോളിസി ഫോർമുലേറ്റ് ചെയ്താൽ അതിന് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് മീൻസ് വാട്ട് ആർ ദ സ്റ്റെപ്സ്, എന്തൊക്കെ ഫിനാൻഷ്യൽ പ്രൊസീജിയറാണ് നമ്മൾക്ക് ആ പ്ലാൻ അച്ചീവ് ചെയ്യാൻ വേണ്ടത്. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നതാണ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ വാദം. എന്താ പറഞ്ഞത്? ഇവർ പറയുന്ന കാര്യം ഫിനാൻഷ്യൽ പ്ലാനിംഗ് പെർറ്റെയിൻസ് ഓൺലി ടു ദ ഫങ്ഷൻസ് ഓഫ് ഫിനാൻസ് ആണ്. അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു ഡിറ്റർമിനേഷൻ ഓഫ് ഫേം ഒബ്ജക്റ്റീവ്, ഫോർമുലേറ്റിംഗ് ദ ഫിനാൻഷ്യൽ പോളിസീസ് ആൻഡ് ഡെവലപ്പിംഗ് ഫിനാൻഷ്യൽ പ്രൊസീജിയേഴ്സ്. ഓക്കെ, ഇതാണ് ഇവരുടെ വാദം.
ഇനി എങ്ങനെയാണ് ഒരു ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറയുന്നതിൻ്റെ പ്രോസസ്സ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ എന്താണ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്ലാൻ എന്താണെന്ന് പറഞ്ഞു. ദെൻ അതേപോലെ തന്നെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. പിന്നെ എന്തൊക്കെയാണ് ഡെഫിനിഷൻ. ഇനി അടുത്തത് പ്രോസസ് ഓഫ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് ആണ്, അല്ലെങ്കിൽ സ്റ്റെപ്സ് ഇൻ ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്നും പറയും. അതുപോലെ തന്നെ പ്രോസസ് ഓഫ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്നും പറയും. ഒരു ഫിനാൻഷ്യൽ പ്ലാനിംഗ് ചെയ്യുന്ന സ്റ്റെപ്സ് അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഡിറ്റർമിനേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഡിറ്റർമിനേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഈസ് ടു ഡിറ്റർമിനിങ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്. ആദ്യം തന്നെ ഫിനാൻഷ്യൽ പ്ലാനിൽ എന്തുണ്ടായിരിക്കണം? എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്? എന്തൊക്കെയാണ് ഒരു ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്? രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ലോങ് ടേം ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്, ഷോർട്ട് ടേം ഫിനാൻഷ്യൽ. അപ്പോൾ വാട്ട് ആർ ദ ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് ആൻഡ് വാട്ട് ആർ ദ ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ ഫസ്റ്റ്ലി ഡിസൈഡഡ്. അതാണ് ഡിറ്റർമിനേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞത്. ദ ലോങ് ടേം ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് എ ഫേം ഇസ് എ മാക്സിമൈസേഷൻ ഓഫ് വെൽത്ത് ഓഫ് ദ ഓണേഴ്സ്. നമ്മൾ ലോങ് ടേം ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മാക്സിമൈസേഷൻ ഓഫ് വെൽത്ത് ഓഫ് ദ ഓണേഴ്സ് ആണ്. അതുപോലെ തന്നെ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മേ ബി ലിക്വിഡിറ്റി, മെയിൻ്റെനൻസ് ഓഫ് സെയിൽസ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് തയ്യാറാക്കുന്നു, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്ലാനിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിറ്റർമിനിങ് ദ വാട്ട് ആർ ദ financial objectives of the organization. That means short term and long term. Okay, that is the first steps in financial planning. Then second one, formulation of financial policies. അപ്പം നമ്മൾ എന്തൊക്കെ ഒബ്ജക്റ്റീവ് ആണ് സെറ്റ് ചെയ്തു. ഇനി ആ ഒബ്ജക്റ്റീവ് നമ്മൾക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റും? അതിന് നമ്മൾ എന്ത് ചെയ്യും? ഫിനാൻഷ്യൽ പോളിസീസ് നമ്മൾ ഉണ്ടാക്കണം, ഫോർമുലേറ്റ് ചെയ്യണം. മനസ്സിലായല്ലോ? അപ്പോൾ ഫോർമുലേറ്റ് ഓഫ് ഫിനാൻഷ്യൽ പോളിസീസ് എന്ന് പറഞ്ഞാൽ പോളിസീസ് ആർ ദ ഗൈഡ് ടു ഡിസിഷൻ മേക്കിംഗ് ഫോർ അച്ചീവിംഗ് ദ ഫേംസ് പ്രൈമറി ഒബ്ജക്റ്റീവ്. പോളിസീസ് ആണ്. നമ്മൾ ആ ഒരു പോളിസി ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്കതൊരു ഗൈഡായിട്ട് പ്രവർത്തിക്കുകയും നമ്മുടെ ഫിനാൻസുമായി ബന്ധപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ പ്രൈമറി ഒബ്ജക്റ്റീവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ ആവശ്യമായ ഒരു ഗൈഡ് ആയിട്ട് നമുക്ക് ഫിനാൻഷ്യൽ പോളിസീസിനെ നമുക്ക് എടുക്കാം. അപ്പോൾ ആ പോളിസീസിൽ നമ്മൾ എന്തൊക്കെ പറയും? പോളിസീസ് ഇൻക്ലൂഡ് അല്ല വിത്ത് റിഗാർഡ് ടു ദ ക്യാപിറ്റലൈസേഷൻ, ക്യാപിറ്റൽ സ്ട്രക്ചർ, ഫിക്സഡ് അസറ്റ് മാനേജ്മെന്റ്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്, ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഫിനാൻഷ്യൽ പോളിസീസ് ഉൾപ്പെടുത്തും. നമ്മൾ എന്തൊക്കെ ഉൾപ്പെടുത്തും? എന്താണ് ക്യാപിറ്റലൈസേഷൻ, ഇനി ഏത് തരത്തിലുള്ള ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ് ഫോളോ ചെയ്യേണ്ടത്, ഫിക്സഡ് അസറ്റ് മാനേജ്മെന്റ്, എത്രമാത്രം ഫിക്സഡ് അസറ്റ് വേണം, അതെങ്ങനെ ഇഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാം, അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്, അതുപോലെ തന്നെ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ അല്ലെങ്കിൽ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ ചെയ്യാം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിലുണ്ടാകുന്നത്, ഫിനാൻഷ്യൽ പോളിസി ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ രണ്ടാമത് നമ്മൾ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് നമ്മൾ രണ്ടാമത് ചെയ്യേണ്ടത് ഫോർമുലേറ്റ് ദ ഫിനാൻഷ്യൽ പോളിസീസ്. അങ്ങനെ ഫോർമുലേറ്റ് ചെയ്താലേ ഇതൊരു ഗൈഡായിട്ട് നമുക്ക് പലതരത്തിലുള്ള ഫിനാൻസുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പലതരത്തിലുള്ള തീരുമാനം എടുക്കുവാനും നമ്മൾക്ക് ഇതൊരു ഗൈഡായിട്ട് അല്ലെങ്കിൽ ഇതൊരു ഗൈഡായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഏത് ഫിനാൻഷ്യൽ പോളിസി. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്സ് ഫോർമുലേഷൻ ഓഫ് ഫിനാൻഷ്യൽ പോളിസി. ദെൻ തേർഡ് വൺ ഫോർകാസ്റ്റിംഗ് ദ തേർഡ് വൺ ഫോർകാസ്റ്റിംഗ് ആണ്. സോറി, ഇതിവിടെ ഇങ്ങനെ ഇതായിട്ട് വന്നിട്ടുണ്ട്. തേർഡ് വൺ ഫോർകാസ്റ്റിംഗ് ആണ്. ഫോർത്ത് വൺ ആണ് ഡെവലപ്പിംഗ് ഫിനാൻഷ്യൽ പ്രൊസീജിയർ. അപ്പോൾ മൂന്നാമത് നമ്മൾ പറയുന്നത് ഫോർകാസ്റ്റിംഗ് ആണ്, മൂന്നാമത്തെ സ്റ്റെപ്പ്. ആ ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ദൂരക്കാഴ്ച ഉണ്ടാവുക, അതായത് മുൻകൂട്ടി കാണുക. നേരത്തെ നമ്മൾ ഇനി വരാനിരിക്കുന്ന സംഭവങ്ങളെ നേരത്തെ കാണുന്നതിനാണ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നെസസറി ടു കളക്ട് ദ നെസസറി ഇൻഫോർമേഷൻ ഫോർ ഫിനാൻഷ്യൽ പ്ലാനിംഗ്. ഫിനാൻഷ്യൽ പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഫ്യൂച്ചറിലേക്ക് വരാവുന്ന ഒരുപാട് ഇൻഫോർമേഷൻ നമ്മൾ നേരത്തെ കളക്ട് ചെയ്ത് വെക്കണം. അതെന്തൊക്കെയാണ് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്ത് വെക്കണം. അതാണ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഫിനാൻഷ്യൽ എസ്റ്റിമേഷൻ ഓഫ് ഫ്യൂച്ചർ ഫിനാൻഷ്യൽ ഈവന്റ്, ഭാവിയിലേക്ക് എന്തെങ്കിലും ഫിനാൻഷ്യൽ ഈവന്റ് നടത്താം, അതിനെത്ര ചിലവാകും, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഫോർകാസ്റ്റ് ചെയ്യണം. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട്. ദെൻ ഫോർത്ത് വൺ പറയുന്നത് ഡെവലപ്പിംഗ് ഫിനാൻഷ്യൽ പ്രൊസീജിയേഴ്സ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മൾക്ക് ഒരു പ്രൊസീജിയർ ആവശ്യമാണ്, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്ഷൻ ആവശ്യമാണ്. അതാണ് ഫിനാൻഷ്യൽ പ്രൊസീജിയർ എന്ന് പറയുന്നത്, നാലാമത്തെ ഫിനാൻഷ്യൽ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ ഓർഡർ ടു ഇംപ്ലിമെന്റ് ദ ഫിനാൻഷ്യൽ പോളിസീസ്, നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത ഫിനാൻഷ്യൽ പോളിസി ഇംപ്ലിമെന്റ് ചെയ്യാൻ ദ ഫേം മസ്റ്റ് ലേ ഡൗൺ ദ ഡീറ്റെയിൽഡ് പ്രൊസീജിയർ
ഡീറ്റെയിൽഡ് ആയ ഒരു പ്രൊസീജിയർ തന്നെ നമ്മൾ തയ്യാറാക്കണം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ തയ്യാറാക്കണം. എന്നാൽ മാത്രമേ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നമ്മുടെ പ്ലാൻ ആക്ഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു തിങ്കിങ് ഫംഗ്ഷൻ മാത്രമാണ്. ഇനി അത് ഡൂയിങ് ഫംഗ്ഷനിലാക്കണമെങ്കിൽ നമ്മൾക്ക് അവിടെ ഡീറ്റെയിൽഡ് പ്രൊസീജിയർ ആവശ്യമാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്ലാൻ പ്രാബല്യത്തിലേക്ക് അല്ലെങ്കിൽ ഡൂയിങ് ഫംഗ്ഷൻ ആക്കി മാറ്റാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് നാലാമത്തെ സ്റ്റെപ്പ് ഡെവലപ്പിംഗ് ഫിനാൻഷ്യൽ പ്രൊസീജിയർ ആണ്. ദെൻ അഞ്ചാമത്തത് റിവ്യൂയിങ് ഫിനാൻഷ്യൽ പ്ലാൻ. നമ്മുടെ പ്ലാൻ എന്ത് ചെയ്യണം, ചിലപ്പോൾ മേക്ക് എ സർട്ടൻ ചേഞ്ചസ്, നമ്മുടെ ഓരോ കാര്യത്തിനും ചിലപ്പോൾ റിവ്യൂ ചെയ്യണം. എപ്പോഴും നമ്മളെ ഫിനാൻഷ്യൽ പ്ലാൻ എന്ത് ചെയ്യണം, റിവ്യൂ ചെയ്യണം. എന്തെങ്കിലും ഇഫ് ദർ ഇസ് എനി എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ആ പറയുന്ന കാര്യങ്ങളൊക്കെ എപ്പോഴും റിവ്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം. ദ മാനേജ്മെന്റ് മസ്റ്റ് റിവ്യൂ ദ ഫേം ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ് പോളിസീസ് പ്രൊസീജിയേഴ്സ് ഇൻ ദ ലൈറ്റ് ഓഫ് ചേഞ്ചിങ് ബിസിനസ് സിറ്റുവേഷൻ. നമ്മുടെ ബിസിനസ് നമ്മൾ പ്ലാൻ ഉണ്ടാക്കുന്ന സമയത്തുള്ള സിറ്റുവേഷൻ ആയിരിക്കില്ല അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഈ ഫിനാൻഷ്യൽ പ്ലാൻ നമ്മൾക്ക് എപ്പോഴും ചിലപ്പോൾ ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ എപ്പോഴും ഫിനാൻഷ്യൽ പ്ലാൻ റിവ്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതാണ് അഞ്ചാമത്തെ സ്റ്റെപ്പായിട്ട് പറയുന്നത്, റിവ്യൂയിങ് ഫിനാൻഷ്യൽ പ്ലാൻ. So that's all about the steps in financial planning or process of financial planning. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്, ഒന്നാമത് ഡിറ്റർമിനേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യണം ആദ്യം തന്നെ. ഇനി ആ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ് ഡിറ്റർമിൻ ചെയ്താൽ ദാറ്റ് മീൻസ് ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ് ഇൻക്ലൂഡ് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം. അത് ഡിറ്റർമിൻ ചെയ്യാൽ അതിനാവശ്യമായ ഫിനാൻഷ്യൽ പോളിസീസ് ഉണ്ടാക്കുകയാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനി പോളിസീസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഫോർകാസ്റ്റ് ചെയ്യേണ്ടതുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ടതുണ്ട്. ഭാവിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ കണ്ടുവെക്കണം നമ്മൾ. അതിനെയാണ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രാബല്യത്തിൽ വരുത്താൻ നമ്മൾ അതിനൊരു പ്രൊസീജിയേഴ്സ് ഉണ്ടാക്കണം. അതാണ് ഫിനാൻഷ്യൽ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇനി ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫിനാൻഷ്യൽ പ്ലാൻ റിവ്യൂ ചെയ്യണം. ചിലപ്പോൾ മേക്ക് എ സർട്ടൻ ചേഞ്ചസ് അക്കോർഡിംഗ് ടു ദ ബിസിനസ് എൻവയറമെന്റ് ഓർ കറന്റ് ബിസിനസ് കണ്ടീഷൻസ്. അതിനനുസരിച്ച് നമുക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ സ്റ്റെപ്സ് ഓർ പ്രോസസ് ഓഫ് ഫിനാൻഷ്യൽ പ്ലാനിങ്. അടുത്തതായിട്ട് നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഫീച്ചേഴ്സ് ഓഫ് എ സൗണ്ട് ഫിനാൻഷ്യൽ പ്ലാൻ എന്താണെന്ന് നോക്കാം. നമ്മൾ പറയും ഓർഗനൈസേഷൻ സക്സസ് ലാർജ്ലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഇഫക്റ്റീവ്നെസ് ഓഫ് ദ ഫിനാൻഷ്യൽ പ്ലാൻ. ഒരു ഓർഗനൈസേഷൻ്റെ സക്സസ് പ്രധാനമായും അവരുടെ ഫിനാൻഷ്യൽ പ്ലാനിൻ്റെ ഇഫക്റ്റീവ്നെസ് അനുസരിച്ചായിരിക്കും. അപ്പോൾ എല്ലാ ഫിനാൻഷ്യൽ പ്ലാനും ഇഫക്റ്റീവ് ആണെന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ എല്ലാ ഫിനാൻഷ്യൽ പ്ലാനും നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാവണമെന്നും ഇല്ല. പക്ഷേ ഫിനാൻഷ്യൽ പ്ലാനാണ് ഒരു ഓർഗനൈസേഷനെ സക്സസ്സിലേക്ക് മാറ്റുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഫിനാൻഷ്യൽ പ്ലാനും ഇഫക്റ്റീവ് ആവണമെന്നില്ല, നമ്മൾ പറയുന്ന നേരത്തെ സെറ്റ് ചെയ്ത ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ ഒരു സൗണ്ട് ഫിനാൻഷ്യൽ പ്ലാൻ ആണെങ്കിൽ, അത് ഒരു സൗണ്ട് അല്ലെങ്കിൽ ഒരു ഇഫക്റ്റീവായ ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ആണെങ്കിൽ അതിന് എന്തൊക്കെ എന്തൊക്കെ ഫീച്ചേഴ്സ് വേണം, അല്ലെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റീസ് വേണം, അല്ലെങ്കിൽ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് വേണം എന്നുള്ളതാണ് നമ്മൾ അടുത്ത നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ പ്ലാൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടു ദ എവറി ഓർഗനൈസേഷൻ ഫോർ ദ സക്സസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഏതാണ് നമ്മൾ സൗണ്ട് അല്ലെങ്കിൽ ഗുഡ് ഫിനാൻഷ്യൽ പ്ലാൻ എന്ന് പറയുന്നത്, അത് അത്തരത്തിലുള്ള ഫിനാൻഷ്യൽ പ്ലാൻ എന്തൊക്കെ പ്രത്യേകതകളാണ് വേണ്ടത് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം സിംപ്ലിസിറ്റി. ഫിനാൻഷ്യൽ പ്ലാൻ മസ്റ്റ് ബി സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. സിമ്പിൾ ആയിരിക്കണം. ഫിനാൻഷ്യൽ പ്ലാൻ മസ്റ്റ് ബി സിമ്പിൾ. ഇറ്റ് ക്യാൻ ബി ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് ഇംപ്ലിമെൻറ്റഡ്. ഫിനാൻഷ്യൽ പ്ലാനിനോട് വളരെ സിമ്പിൾ ആയിരിക്കണം, അത് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം, അതുപോലെ തന്നെ അത് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നതുമായിരിക്കണം എന്നുള്ളതാണ് സിംപ്ലിസിറ്റി കൊണ്ട് അർത്ഥമാക്കുന്നത്. സിമ്പിൾ ഫിനാൻഷ്യൽ പ്ലാൻ ഇസ് ദ വൺ വിച്ച് ഡസ് നോട്ട് ഹാവ് എ മൾട്ടിപ്പിൾ സെക്യൂരിറ്റീസ് ഇൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പോൾ ഫിനാൻഷ്യൽ പ്ലാൻ സിമ്പിൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റൂ. അതല്ലെങ്കിൽ നമ്മൾക്ക് ആ പറയുന്ന കാര്യങ്ങൾ നമ്മളെ ഒബ്ജക്റ്റീവിലേക്ക് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ ഫസ്റ്റത്തെ ഫീച്ചേഴ്സ് ഒരു സൗണ്ട് ഫിനാൻഷ്യൽ പ്ലാനിന് വേണ്ടത് ഇറ്റ് മസ്റ്റ് ബി സിമ്പിൾ അല്ലെങ്കിൽ സിംപ്ലിസിറ്റി. ദെൻ സെക്കൻഡ് വൺ ലിക്വിഡിറ്റി. എന്താ ലിക്വിഡിറ്റി? ഫിനാൻഷ്യൽ പ്ലാൻ മസ്റ്റ് ബി എൻഷുർ ലിക്വിഡിറ്റി. This requires that sufficient cash must be maintained to meet the expense and when they arise. ആ ഫിനാൻഷ്യൽ പ്ലാൻ എപ്പോഴും ലിക്വിഡിറ്റി ആയിരിക്കണം. എന്തുകൊണ്ടാണ്? ദിസ് റിക്വയർസ് ദാറ്റ് സഫിഷ്യൻറ്റ് ക്യാഷ്, എപ്പോഴും സഫിഷ്യൻറ്റ് ക്യാഷ് ലഭ്യമാവുന്ന തരത്തിലുള്ള ഒരു പ്ലാൻ ആയിരിക്കണം ഫിനാൻഷ്യൽ പ്ലാൻ എന്ന് പറയുന്നത്. കാരണം എന്താ, നമുക്ക് ചിലപ്പോൾ ഓരോ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ ആവശ്യമുണ്ടാവും. അതൊക്കെ എപ്പോഴാണ് ഉണ്ടാവുന്നത്? മീറ്റ് ദ എക്സ്പെൻസ് ആൻഡ് വെൻ ദേ
എറൈസ്. അത് എപ്പോഴാണ് ഉണ്ടാകുന്നത്, ആ സമയത്ത് നമ്മൾക്കത് അല്ലെങ്കിൽ ആ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാൻസ് ഒരു ലിക്വിഡിറ്റി കീപ്പ് ചെയ്യുന്നതായിരിക്കണം. നമ്മൾക്ക് എപ്പോഴും ക്യാഷ് അവൈലബിലിറ്റി ഉണ്ടാവണം എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രത്യേകത. ദെൻ തേർഡ് വൺ, ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിലിറ്റി ഞാൻ പറയേണ്ടതില്ല. ഫിനാൻഷ്യൽ മാനേജ് മസ്റ്റ് ബി ഫ്ലെക്സിബിൾ ബിക്കോസ് ഇറ്റ് മേക്ക് സം ചേഞ്ചസ് വെൻ ദേ ആർ നീഡഡ്. എപ്പോഴാണ് ചേഞ്ചസ് ആവശ്യമുള്ളത് ആ സമയത്ത് അത് ചേഞ്ച് ചെയ്യാൻ അക്കോർഡിംഗ് ടു ദ ചേഞ്ചിങ് കണ്ടീഷൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ ഓർ ചേഞ്ചിങ് കണ്ടീഷൻ ഓഫ് ദ ബിസിനസ് എൻവയറമെന്റ്. ബിസിനസ് എൻവയറമെന്റിന്റെ കണ്ടീഷൻ അനുസരിച്ച് നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാൻ നമ്മൾക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റണം. അതാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്ന ക്വാളിറ്റി അല്ലെങ്കിൽ ഫീച്ചേഴ്സിനെ കൊണ്ട് പറയുന്നത്. ദെൻ ഫോർസൈറ്റ്. ഫോർസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ നമ്മൾ ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഫിനാൻഷ്യൽ പ്ലാൻ മസ്റ്റ് ടേക്കൻ ഇൻ ടു കൺസിഡറേഷൻ നോട്ട് ഓൺലി ഇൻ ദ പ്രസന്റ് റിക്വയർമെന്റ്സ് ബട്ട് ഓൾസോ ഇൻ ദ ഫ്യൂച്ചർ റിക്വയർമെന്റ് ഓഫ് ദ ഫണ്ട്. ഫോർസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ പ്ലാൻ എപ്പോഴും പ്രസന്റിലുള്ള ഒരു ഫിനാൻഷ്യൽ റിക്വയർമെന്റ് അല്ല, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കാര്യങ്ങളല്ല, അത് മാത്രമല്ല കൺസിഡർ ചെയ്യേണ്ടത്. ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ ഫ്യൂച്ചർ ഫിനാൻഷ്യൽ റിക്വയർമെന്റ്, ഭാവിയിലേക്കുണ്ടാവുന്ന ഫിനാൻഷ്യൽ റിക്വയർമെന്റ് എന്തൊക്കെയെന്നുള്ളതും കൂടി കൺസിഡർ ചെയ്യുന്ന ഒരു പ്ലാൻ ആയിരിക്കണം സൗണ്ട് ഫിനാൻഷ്യൽ പ്ലാൻ എന്ന് പറയുന്നത്. അതാണ് ഫോർസൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, ഇക്കണോമി. The financial plan should ensure that the cost of raising the fund is the minimum. നമ്മൾ ഈ ഫിനാൻഷ്യൽ പ്ലാൻ ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ ഈ പറയുന്ന രീതിയിൽ ഫണ്ട് റൈസ് ചെയ്യും. അപ്പോൾ ആ ഫണ്ട് റൈസ് ചെയ്യുമ്പോൾ അതിനൊരു കോസ്റ്റ് ഉണ്ടാവണം. അപ്പോൾ ആ കോസ്റ്റ് എപ്പോഴും മിനിമത്തിൽ കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനിന് പറ്റണം. മനസ്സിലായല്ലോ? എൻഷുർ ദാറ്റ് ദ കോസ്റ്റ് ഓഫ് റൈസിങ് ദ ഫണ്ട് ഈസ് ടു ബി മിനിമം. അത് മിനിമത്തിൽ കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റണം. നമുക്ക് അവിടെ ഒരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെ കോസ്റ്റിനേക്കാളും എന്തുണ്ടായിരിക്കണം? ബെനിഫിറ്റ് ഉണ്ടായിരിക്കണം. അതാണ് ഇക്കണോമി കൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, ലോങ് ടേം വ്യൂ. എപ്പോഴും ഫിനാൻഷ്യൽ പ്ലാൻ എന്ന് പറഞ്ഞ ഒരു ലോങ് ടേം പ്രോസസ്സാണ്. അതൊരു ലോങ് ടേം വ്യൂയിലേക്കുള്ളതായിരിക്കണം, ചുരുങ്ങിയ കാലത്തേക്കുള്ളതായിരിക്കരുത്. അത് നമ്മൾ ദീർഘകാലത്തേക്കുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് വേണം നമ്മുടെ ലോങ് ടേം വ്യൂ അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാൻ കീപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ചെയ്യുന്ന ഫോർമുലേറ്റ് ചെയ്യുന്ന പോളിസീസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കീപ്പിംഗ് ഇൻ ദ വ്യൂ ഓഫ് ലോങ് ടേം റിക്വയർമെന്റ്സ് ഓഫ് ദ ഫേം ആയിരിക്കണം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയായിട്ട് പറയുന്നത്. ദെൻ സെവൻത്ത് വൺ, ഒപ്റ്റിമം യൂസ്. Keeping surplus fund for provided liquidity, but it is not profitable. On the other hand, keeping lesser fund is profitable, but as the risk of liquidity. Therefore, trade off must be maintained between profitability and liquidity. അതായത് ലിക്വിഡിറ്റി എന്ന് പറയും, നമ്മൾ നേരത്തെ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞ ഒരു സാധ്യത പറഞ്ഞു. അപ്പോൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് സർപ്ലസ് ഫണ്ട് എപ്പോഴും കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അത് പ്രോഫിറ്റബിൾ ആണ് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇത് രണ്ടും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലായിരിക്കണം, അത് ഒപ്റ്റിമം യൂസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനിന്. വെറുതെ കുറേ ഫണ്ട് ഒരു ക്യാഷ് കയ്യിൽ ബിസിനസ്സിൽ തന്നെ വെക്കാതെ അത് ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ എങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളതും കൂടി നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാൻ വേണം. അതേപോലെ തന്നെ ലിക്വിഡിറ്റി നമുക്ക് എൻഷുർ ചെയ്യുകയും വേണം. അപ്പോൾ ഒരു പ്രോപ്പർ ബാലൻസ് അവിടെ ഉണ്ടാവണം. ഒപ്റ്റിമം നമുക്ക് ഈ ഫണ്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാൻ എന്നുള്ളത്. ദെൻ contingencies. Our financial plan should make an adequate provision for fund for meeting contingencies. അപ്പോൾ ഈ ഫിനാൻഷ്യൽ പ്ലാനിങ് കണ്ടിൻജൻസിക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഹെഡ് തന്നെ അല്ലെങ്കിൽ സെപ്പറേറ്റ് നമ്മൾ കണ്ടിൻജൻസി മീറ്റ് ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് അതിനുള്ളൊരു പ്രൊവിഷൻ വെക്കണം. കാരണം ഓരോ ഘട്ടത്തിലും എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആ കണ്ടിൻജൻസി നമുക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. ആ സമയത്ത് അതിന് ഫണ്ട് ഇല്ലെങ്കിൽ അത് പ്രശ്നമാണ്. ഇപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ബിസിനസ് സിറ്റുവേഷനിൽ തന്നെ കൊറോണ വന്നുകൊണ്ട് തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടിൻജൻസി മീറ്റ് ചെയ്യാൻ പ്രത്യേകമായ ഒരു ഹെഡ് ക്രിയേറ്റ് ചെയ്ത് പ്രത്യേകമായ ഒരു ഫണ്ട് തന്നെ ക്രിയേറ്റ് ചെയ്ത് വെക്കണം. എങ്കിൽ മാത്രമേ നമ്മൾക്ക് ഇത്തരത്തിലുള്ള അൺസർട്ടൻ ഇവന്റ്സ് ഉണ്ടാകുമ്പോൾ നമുക്ക് അത് മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഫിനാൻഷ്യൽ പ്ലാനിന് അതിനൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കണം. അപ്പോൾ ഈ പറയുന്ന ഈ 8 കാര്യങ്ങൾ അല്ലെങ്കിൽ 8 ക്വാളിറ്റീസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഫിനാൻഷ്യൽ പ്ലാൻ സൗണ്ട് ആണ് അല്ലെങ്കിൽ ഗുഡ് ആണ് എന്ന് പറയാം. അപ്പോൾ ഒരു സൗണ്ട് അല്ലെങ്കിൽ ഒരു ഗുഡ് ഫിനാൻഷ്യൽ പ്ലാനിന് വേണ്ട ചില പ്രത്യേകതകൾ അല്ലെങ്കിൽ ചില ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഫീച്ചേഴ്സ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഒന്നാമത്തെ സിംപ്ലിസിറ്റി, ലിക്വിഡിറ്റി, ഫ്ലെക്സിബിലിറ്റി, ഫോർസൈറ്റ്, ഇക്കണോമി, ലോങ് ടേം വ്യൂ, ഒപ്റ്റിമം യൂസ്, കണ്ടിൻജൻസീസ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ് നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാൻ മാത്രമേ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്ലാനിങ് മാത്രമാണ് നമ്മൾ പറഞ്ഞത്. എന്താണ് ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറഞ്ഞു നമ്മൾ. ഫിനാൻഷ്യൽ പ്ലാനിൻ്റെ ആവശ്യകത, അതിൻ്റെ ഇമ്പോർട്ടൻസും ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്നേ ഉള്ളൂ. ഒരു ഫിനാൻഷ്യൽ പ്ലാൻ അല്ലെങ്കിൽ നീഡ് എന്താണ്, ഒരു ഫിനാൻഷ്യൽ പ്ലാനിൻ്റെ നീഡൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക. ഫിനാൻഷ്യൽ പ്ലാൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതേപോലെ ഒരു ഫിനാൻഷ്യൽ പ്ലാനിൻ്റെ സ്റ്റെപ്സ്
ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വളരെ വിശദമായിട്ട് പറഞ്ഞു. പിന്നെ ലാസ്റ്റ് വൺ ഒരു സൗണ്ട് ഫിനാൻഷ്യൽ പ്ലാന് വേണ്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇതേ ചാപ്റ്ററിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവുമായി നമുക്ക് വീണ്ടും കാണാം.